സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു ചിക്കൻ മസാല ഉണ്ടാക്കാം. ഇത് എങ്ങനെയെന്ന് നോക്കാം. എണ്ണൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ മസാലയാണ്. ഇത് കഴുകി വാരി വെച്ച ശേഷം നമുക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ഇതിൽ നിന്ന് കാൽ ഭാഗം മാത്രം എടുത്താണ് ചിക്കനിൽ ചേർത്ത് വെക്കേണ്ടത്. ഇതിന് വേണ്ട മസാല 10-12 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നത് നല്ലതാണ്. പകുതി പുളിനാരങ്ങ നീര് കൂടി ഒഴിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തെടുക്കണം. 1 തക്കാളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇവയെല്ലാം നമുക്ക് അരച്ച് ചിക്കനിൽ ചേർത്തെടുക്കാം. അരമണിക്കൂർ ചേർത്ത ശേഷം മാറ്റിവെച്ചാൽ ചിക്കനിൽ ഇവയെല്ലാം നല്ലതുപോലെ പിടിക്കും. അപ്പോൾ അതിന് കൂടുതൽ സ്വാദായിരിക്കും. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് എടുത്താലും നല്ല സ്വാദാണ്. ഇത് ഞാൻ അരമണിക്കൂർ നേരം മാറ്റി വെച്ച ചിക്കനാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നേരത്തെ ബാക്കി വെച്ച മസാല ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആ മസാല ഒന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ആ വഴറ്റിയെടുത്ത മസാലയിൽ കിടന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദാണ്.
ഇനി ഒന്ന് മൂടി വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ തന്നെ വെള്ളമുണ്ടാകും. ഇടയ്ക്കിടെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 സവാളയും 1 കഷ്ണം ഇഞ്ചിയും 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി മതിയാകും. ഇഞ്ചിയും വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം ഇങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. കുറച്ച് മല്ലിയിലയോടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പുതിനയുടെ സ്വാദ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ക്രീം കിട്ടും. വെള്ളമധികം ഒഴിക്കാതെയാണ് ക്രീം ഉണ്ടാക്കേണ്ടത്. തേങ്ങ നല്ലതുപോലെ മൂത്ത് വിളഞ്ഞതും ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് റെഡിയായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.